ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം കുറേ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് ആദിലയും ശൈത്യയും തമ്മിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കും വേറെ എന്തോ ആദിലിനെ ബാധിക്കുന്ന എന്തോ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായതാണ്, അനുമോളായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇവർ വളരെ സ്വകാര്യമായിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ പറയൽ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യനെ അനു ഒരു ഞരമ്പെന്നുള്ള ഒരു വേർഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഇവർക്ക് സങ്കടമായിട്ട് ഇവർ പൊട്ടിക്കരയുന്നതാണ് കേട്ടോ കാണുന്നത്. സത്യത്തിൽ നമുക്ക് ചിരി വരും അത് കാണുമ്പോൾ. കാരണം ഇതേ ആദിൽ തന്നെയാണ് ഇതിൻ്റെ മുൻപ് ടാസ്കിൽ പിന്നെ നൂറൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൂറ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നൂറിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ പൊന്തിയപ്പം അവിടെ ആര്യൻ നോക്കി നിന്നിട്ട് അവിടെ ഇങ്ങനെ കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു നൂറ. അപ്പോൾ നൂറ ഒരു വിഷയം വളരെ ഒരു പിന്നെ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെ പറഞ്ഞൊരു വിഷയമാണ്. പക്ഷേ അതിലൊക്കെ ഭയങ്കരമായിട്ട് അത് ദേഷ്യം പിടിച്ച് ആ സമയത്ത് നൂറ ചിരിച്ചതിന് അതിൽ ഒരുപാട് നൂറനെ ചീത്തൊക്കെ പറഞ്ഞ് അത്രയും ഭയങ്കര ചോദിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അത് ചോദിച്ച് പക്ഷെ പുറത്ത് വന്നപ്പം ആര്യനത് ക്ലിയറാക്കി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും അല്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും ഒരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്ന ആദില ഈ ചെറിയ ആര്യനെ പറഞ്ഞ് എന്നുള്ളൊരു വിഷയവും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതിനുശേഷം അത് അക്ബറിനോട് പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതെന്തായാലും ചോദിക്കണം, ഇവിടെ നിന്നുള്ളത് ഇവിടെ തന്നെ ചോദിച്ചു പോകണം. അങ്ങനെയാണ് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ശരിക്കും ഈ ആദില എന്ന് പറയുന്ന വ്യക്തി ലക്ഷ്മി പറഞ്ഞത് എന്താ പറയുക, നമ്മൾ പറയില്ലേ 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ലക്ഷ്മി എപ്പോഴും അത് ആദിലിനെ കണ്ട് വിലയിരുത്തി കഴിഞ്ഞൊരു സംഭവമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം അത്രയും ഒരു പിന്നെ ഫ്രണ്ടായിട്ട് പോട്ടെ, നമ്മളൊരു ഒരു ഹൈ ബൈ ബന്ധം പോലും പുലർത്താൻ പറ്റാത്ത ഒരാളാണ് ആദില. കാരണം ബാക്ക് സ്റ്റാമ്പ് കണ്ടുപിടിച്ചത് ആദിലാന്ന് തോന്നുന്നു. നമുക്ക് ആദിലേൻ്റെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ആദില ആൻഡ് ശൈത്യ. അപ്പോൾ ഈ ഒരു കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് അക്ബറിൻ്റെ ഒരു പ്രശ്നവും കാണുന്നുണ്ട്. കാരണം അനുവിൻ്റെ PR അക്ബറിൻ്റെ പിന്നെ പല പേജിലും അക്ബറിൻ്റെ വൈഫിൻ്റെ പേജിലൊക്കെ പോയിട്ട് ഇവരെ വല്ലാതെ ചീത്ത പറയുന്ന പിന്നെ സൈബർ ബുള്ളിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്. ശരിക്കും നമുക്കൊരാളെ കണ്ണിൽ നിന്ന് ഒന്ന് കരയുന്നത് കാണുമ്പോൾ നമുക്ക് ആർക്കായാലും നമുക്ക് ഒരു സങ്കടം തോന്നും. പക്ഷേ അക്ബർ കരയുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഒട്ടും ഒരു ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള കരച്ചിലല്ല. ഒരു ഷോയിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി കരയുന്ന അതേപോലെയാണ് ഫീൽ ചെയ്യുക നമുക്ക്. അപ്പം ഈ അക്ബർ വന്ന അന്ന് മുതലേ എന്തോ ഒരു തെറ്റിദ്ധാരണൻ്റെ പേരിൽ അനുമോളെ ഭയങ്കരമായിട്ട് എവിടൊക്കെ അനുമോളെ പിന്നെ താഴ്ത്തിക്കെട്ടാനായിട്ട് ഒരു സ്പേസ് കിട്ടുന്നുണ്ടോ അവിടെ എല്ലാം അക്ബർ അത് നല്ല പോലെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അക്ബറിനൊരിത് വന്നപ്പോൾ അക്ബർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ അപ്പം അക്ബർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സംഗീതത്തിനെ തൊട്ട് സത്യം പറയുന്നത്. പക്ഷേ ഞാനല്ല എല്ലാ ഓഡിയൻസിനും മനസ്സിലാവും ഈ അക്ബർ ഈ ഷോയിൽ വന്നതിന് ശേഷം മര്യാദക്കൊരു പാട്ട് പാടുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അതേസമയം കലാഭവൻ സരിഗമ ഇടക്കിടക്ക് ഓരോരോ പാട്ടൊക്കെ പാടലുണ്ടായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് പാടാറുണ്ട്. പക്ഷേ അക്ബർ എപ്പോഴും പാടിയിട്ടുള്ളത് ഫസ്റ്റിൽ തന്നെ ബിന്നീനെ ആ ഒരു കുത്തിത്തിരിപ്പ് എന്നുള്ള ആ ഒരു സോങ്ങാണ് അവിടെ പാടിയത്. എല്ലാം പാരഡി ഗാനങ്ങളാണ് പാടിയിട്ടുള്ളത്. ഞാനും വിചാരിക്കാറുണ്ട് കേട്ടോ, ഇത് നല്ല അസലായിട്ട് പാടുന്ന ഒരാളാണ് അക്ബർ. പക്ഷേ ഇന്ന് വരെ അവിടുന്ന് അങ്ങനത്തെ ഒരു പാട്ട് പോലും നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പം അക്ബർ പറയുന്നുണ്ട് അവളിതാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഈ ഒരു അനുമോളെ ഇവരെല്ലാവരും കൂടി ഇതാക്കുമ്പോഴും അക്ബർ വിചാരിക്കണമായിരുന്നു തനിക്കും നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കർമ്മ ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു വരും. അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വിഷയവും പിന്നെ ഈ ആര്യൻ്റെ വിഷയവും ആദിലനോട് പറയുന്നുണ്ട് അത് ചോദിക്കണം, എന്തായാലും ചോദിക്കണം എന്ന്. അപ്പോൾ ആദില ഭയങ്കരമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇനി എനിക്ക് പ്രശ്നമില്ല, 7-ലൊക്കെ എത്തിയില്ല, ഇനി എനിക്ക് അതൊന്നും കപ്പൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ അക്ബറിനും ഏകദേശം അറിയാം, പുറത്തുനിന്ന് വന്നിട്ട് ക്ലൂ കിട്ടിയിട്ടുണ്ട് അക്ബറിന് കപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രീതിയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം അപ്പം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ആദില പറഞ്ഞു ഞാൻ എന്തായാലും ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദില പോകുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് എപ്പിസോഡിൽ കാണുന്നത് ഷാനവാസ് നൂറനെയും ആദിലനെയും സംസാരിക്കുന്നതാണ്. നിങ്ങൾ പിന്നെ ടോപ്പ് 7-ൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ്, മറ്റുള്ളവരത് കേട്ടിട്ട് ഇതാക്കരുത്, അനുമോളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്, അങ്ങനെ ആണെന്നൊക്കെ അങ്ങനെ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷാനവാസ് അവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവരെ ഇടയിലേക്ക് അനുമോളെ വിളിക്കുന്നുണ്ട്. അനുമോൾ വരുന്നുണ്ട്. അപ്പോൾ അനു ഹൗസിലുള്ള കാര്യങ്ങളൊക്കെ ഹൗസിൽ തന്നെ തീർക്കുക, അതങ്ങനെയല്ല പിന്നെ ഇവർക്ക് നീയായിട്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ. അന്നേരം അനു പറയുന്നുണ്ട് ഓക്കെ എനിക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്ത് ഇവർ രണ്ടാളും ഹഗ്ഗൊക്കെ ചെയ്തിട്ടാണ് ഇതാക്കണേ. അനുമോൾ പക്ഷേ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം അനുമോൾക്കറിയാം ഇതൊരു ഷോ ആണ്. അപ്പം ഇവിടെ ഇപ്പം ഞാൻ പിണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വോട്ടിനെ ബാധിക്കും. അതുകൊണ്ട് അനുമോൾ പിന്നെ നമുക്ക് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ്. കാരണം അനു പിന്നെ
നല്ല ബുദ്ധിപരമായിട്ട് അവിടെ കളിച്ച്. കാരണം വേറെ ഒരാൾ ഒരു ചെറിയ ഒരു 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ കൂടി, ബുദ്ധി ഉറച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ കൂടിയിട്ട് അവർക്ക് മനസ്സിലാവും ആദില ആൻഡ് നൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് സ്റ്റാമ്പാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളുമായിട്ട് ലൈഫ് ടൈം മുന്നോട്ട് പോകാൻ നമ്മൾ ആരായാലും താല്പര്യപ്പെടില്ല. പക്ഷേ അനുമോൾ ഈ ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വെക്കുന്നുള്ളത്. സംഭവം ഇവർക്ക് എല്ലാവർക്കും അനുമോൾക്ക് കപ്പടിക്കുക എന്നുള്ള ആ ഒരു പേടിയുണ്ട്. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തകർക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം ഇവരുടെ മനസ്സിലുള്ളൂ. കാരണം പി ആറിൻ്റെ പ്രശ്നം തന്നെയാണ് ഇവർ ഇന്നലെ മൊത്തം ലൈവിൽ എടുത്തുകൊണ്ട് ഇട്ടിരുന്നത്. പക്ഷേ പി ആർ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്. കാരണം ലക്ഷ്മി തന്നെ ഒരു എയർപോർട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ഇതിൽ പറയുന്നുണ്ട്, ശോഭാണ് പിന്നെ ലക്ഷ്മിക്ക് പി ആർ കൊടുക്കാനൊക്കെ ആയിട്ട് സഹായിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംഭവങ്ങളാണ്. പക്ഷേ പി ആർ വിചാരിച്ചാലോ ഒന്നും അനുമോളുടെ വോട്ടിങ്ങിനെ അത് ബാധിക്കില്ല. കാരണം അനുമോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7-8 കൊല്ലമായിട്ട് മലയാളി ഓഡിയൻസിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു കുട്ടീനെ ഇത്രയും ആൾക്കാരിട്ട് ഒറ്റക്കിട്ട് ആക്രമിക്കുമ്പം എന്തായാലും വോട്ട് അനുവിന് മറിയാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട 2 കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി മസ്താനിയും തന്നെയാണ് കേട്ടോ. ലക്ഷ്മി തുടക്കം മുതൽ ആ ഒരു നമ്മൾ പറയില്ല ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്തിട്ട് ലക്ഷ്മി മുന്നോട്ട് പോയിട്ടുള്ളത്. ലക്ഷ്മിയാണ് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അനുവിനോട് പറയുന്നുണ്ട്, ആരും ഇത് കേട്ടിട്ട് ഡൗൺ ആവരുത്, കിച്ചണിലൊന്നും അങ്ങനെ കയറി കളിക്കേണ്ട, അതൊക്കെ അങ്ങനെ അനുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മസ്താനിയും അതേപോലെ തന്നെയാണ്. മസ്താനി അന്ന് ആ ഒരു ഫസ്റ്റ് 6-7 ദിവസം നിന്നപ്പോൾ എയറിലാണെങ്കിലും ഇപ്പം ശരിക്കും മസ്താനി കുറച്ചൊരു ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പം RJ പിന്നെ ഒക്കെയാണ് കളിക്കുന്നത്. അതുപോലെ അപ്പാനിയൊക്കെ. സംഭവം ഈ ഒരു RJൻ്റെതും പിന്നെ അപ്പാനീൻ്റെ വിഷയങ്ങളൊക്കെ അവിടെ എല്ലാവരും ചർച്ച ചെയ്തത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് PR വിഷയങ്ങളും എല്ലാം അനുമോൾ പറഞ്ഞിട്ടുള്ളത് ശൈത്യനോടാണ്. ശൈത്യമാണ് ഇതെല്ലാവരോടും പബ്ലിക്കാക്കി കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇവരൊക്കെ ഒരൊറ്റ അജണ്ടയായിട്ടാണ് ഈ ഒരു റീ എൻട്രിക്ക് കാത്തുന്നത്. പക്ഷേ ഇതുപോലൊരു റീ എൻട്രി ബിഗ് ബോസിൻ്റെ സീസണിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും.